ഫസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്നിൽ മുങ്ങിപ്പോയ ഒരു പുത്രൻ രാത്രി വീട്ടിലേക്ക് വന്ന് കതക് മുട്ടുമ്പോൾ തുറക്കാൻ ഭയമാണ് എന്ന് പറയുന്ന അമ്മയുടെ വിഷമം, സ്വന്തം മാതാവിനെ കഴുത്തറുത്തു കൊന്ന മകന്റെ വാർത്തയും നാം ഞെട്ടലോടെ കേട്ടതാണ്. വീടിനോട് ചേർന്ന് കട നടത്തുന്ന സ്വന്തം പിതാവ് പകൽ സമയം അല്പമൊന്ന് വിശ്രമിക്കാൻ കിടന്നപ്പോൾ ആ പിതാവിൻ്റെ താടിയും മുടിയും ഷേവ് ചെയ്തതിന് ശേഷം സ്വന്തം മകൻ പിതാവിനെ കഴുത്തറുത്ത് കൊന്ന സംഭവം നാം വാർത്തയായി കേട്ടതാണ്. ചോര ചീറ്റി പ്രാണനും കൊണ്ട് ഓടിയ വെള്ളറടയിലെ വയോധികനെ മകൻ വെട്ടിയത് 28 പ്രാവശ്യം. താമരശ്ശേരിയിൽ ട്യൂമർ ബാധിച്ച് മാതാവ് വീട്ടിലേക്ക് വന്നപ്പോൾ വടിവാള് കൊണ്ട് സ്വന്തം മാതാവിനെ വെട്ടിക്കൊന്നതിൻ്റെ വാർത്തയും നാം ദുഃഖത്തോടെ കേട്ടതാണ്. അച്ഛനെ കുത്തിയതിൻ്റെ കാരണമെന്താണെന്ന് ചോദിച്ചപ്പോൾ സ്വന്തം മകൻ പറഞ്ഞത്, അച്ഛൻ എന്നോട് എന്തിനാണ് മകനെ നീ ഈ മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു, അതുകൊണ്ട് ഈ മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. കൊടുങ്ങല്ലൂരിൽ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് സവാള അരിഞ്ഞുകൊണ്ടിരുന്ന മാതാവിൻ്റെ അടുക്കലേക്ക് മകൻ ചിക്കൻ കറി വെച്ച് തരാൻ പറഞ്ഞപ്പോൾ മാതാവ് വിസമ്മതിച്ചതിന് സ്വന്തം മാതാവിനെ കോഴിയെ വെട്ടുന്നത് പോലെ കഴുത്തറുത്ത് കൊന്ന മകന്റെ സ്വഭാവം നാം വാർത്തയിലൂടെ കണ്ടതാണ്. 2 പെൺമക്കളുടെ മുൻപിൽ വെച്ച് സ്വന്തം മാതാവിനെ വെട്ടിക്കൊന്ന മറ്റൊരു യൗവനക്കാരൻ്റെ സംഭവവും നാം ഞെട്ടലോടെ കേട്ടതാണ്. പിഞ്ചുകുഞ്ഞിനെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ രക്തബന്ധത്തിൻ്റെ കുലപാതകവും നാം വാർത്തയിലൂടെ അറിഞ്ഞതാണ്. കൂട്ടുകാരൻ്റെ മുഖം കക്കൂസിലെ ക്ലോസറ്റിൽ മുക്കി കൊന്ന സുഹൃത്തുക്കളുടെ കഥയും, കോമ്പസ് കൊണ്ട് കൂട്ടുകാരൻ്റെ പൊക്കിളിലേക്ക് കുത്തിയിറക്കി ആനന്ദം കണ്ടെത്തിയ ലഹരിക്കടിമകളായ സുഹൃത്തുക്കളുടെ സംഭവവും നാം വാർത്തയിലൂടെ കേട്ടതാണ്. കഠിനംകുളത്ത് യുവതിയെ വീട്ടിനുള്ളിൽ കഴുത്തറുത്ത് കൊന്നതും, തിരുവനന്തപുരത്ത് മകൻ അച്ഛനെ വെട്ടിക്കൊന്നതും നാം വാർത്തയിലൂടെ കേട്ടതാണ്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയ്ക്കടുത്ത് വെൺപകലിൽ യുവതി യുവാവിനെ വെട്ടിക്കൊല്ലുന്നു. കൊച്ചിയിൽ മറ്റൊരു യുവതി പോലീസിനെ ആക്രമിക്കുന്നു. അമ്മയുടെ ആൺ സുഹൃത്തിനെ തിരഞ്ഞുപിടിച്ച് കൊല്ലാൻ മുൻകൈയെടുത്ത മകന്റെ വാർത്ത. തിരുവനന്തപുരത്ത് വിതുരയിൽ ലഹരിക്കടിമയായ 19 വയസ്സുകാരൻ അമ്മയെ ആക്രമിക്കുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ 6 പേരെ കൊലപ്പെടുത്തിയ 23-കാരൻ ധൈര്യത്തോടെ വീണ്ടും നടന്നുപോയ ചിത്രം നാം മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ മലയാള മനോരമയിലൂടെ വായിച്ച വാർത്ത എപ്പോഴും ഞെട്ടിക്കുന്നതാണ്. രാവിലത്തെ മലയാള മനോരമയിൽ വായിച്ച വാർത്ത ഇതാണ്: 59 ദിവസം കൊണ്ട് 65 കേസുകൾ, 70 കൊലപാതകങ്ങൾ. ലഹരി കേസുകൾ മാത്രം 2700-ലധികം. ലഹരിക്കടിമകളായ സുഹൃത്തുക്കൾ ഒരുമിച്ചുകൂടി ചെയ്തു കൂട്ടിയ കൊലപാതകങ്ങൾ 17. ഇന്ന് ഗവർണറും കേരള മുഖ്യമന്ത്രിയും യോഗം വിളിച്ചിരിക്കുകയാണ്. എങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്താം? സാധാരണക്കാർ ഭയത്തോടെ പറയുകയാണ്, ഇത് വളർത്തുദോഷമാണ്. മാതാപിതാക്കന്മാരാകട്ടെ കുട്ടികളുടെ സൗഹൃദങ്ങൾ ശരിയല്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഒരുമിച്ച് പറയുന്നു. കുട്ടികളെ പഠിപ്പിക്കുന്ന കലാലയത്തിലെ അധികൃതർ, അധ്യാപകർ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ്. സ്വന്തം പിതാവിനെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഒരു വിദ്യാർത്ഥി ആ അധ്യാപികയോട് ചോദിക്കുകയാണ്, തള്ളെ, താങ്കൾക്ക് ഞാൻ എൻ്റെ പിതാവിനെ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നു? അധ്യാപകർ പോലും വിദ്യാർത്ഥികളോട് സംസാരിക്കുവാൻ ഭയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കന്മാരും ശങ്കിച്ചു നിൽക്കുകയാണ്. എന്നാൽ മാധ്യമങ്ങൾ ഒന്നടങ്കം ലഹരിയാണ് ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞ് അവരും കാരണം കണ്ടെത്തി ചർച്ചകൾ ചെയ്യുന്ന ചാനൽ പരമ്പരകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിച്ച യഥാർത്ഥ കാര്യം? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ യുവജനങ്ങൾ ഇങ്ങനെ പോകുന്നത് എന്ന് ന്യായമായിട്ടൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മനഃശാസ്ത്ര വിദഗ്ധന്മാരുൾപ്പെടെ മാനസിക വൈകല്യങ്ങൾ ശരിയായ രീതിയിൽ പരിശോധിക്കുന്ന, അതിനുവേണ്ട ചികിത്സകൾ നൽകുന്ന മാനസിക ഡോക്ടർമാരുൾപ്പെടെ പറയുന്ന ഒരു കാര്യമുണ്ട്: കൗൺസിലിംഗ് മേഖലയിലും അതുപോലെ തന്നെ മോട്ടിവേഷൻ മേഖലയിലും വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ
ഈ സംഭവങ്ങളുടെ എല്ലാം ഒരു പശ്ചാത്തലം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാരണമെന്നുള്ളത് ലഹരിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ലഹരി മാത്രമാണോ ഇതിന് കാരണം? പണ്ടും ലഹരികൾ ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നല്ലോ, പണ്ടും ആളുകൾ മദ്യം ഉപയോഗിച്ചു കൊണ്ടിരുന്നല്ലോ. പക്ഷെ എന്തുകൊണ്ട് ആ കാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിരുന്നില്ല? ഇവിടെയാണ് നാം ഇതിൻ്റെ മനഃശാസ്ത്രപരമായ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ ഇത് കേട്ടിരുന്നാൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ആ വ്യക്തിയുടെ മാനസികമായിട്ടുള്ള നിലയെയും ചിന്തയെയും ബാധിക്കുന്നു. ഡെല്യൂഷൻ, അതുപോലെ തന്നെ ഹാലൂസിനേഷൻ, ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ പോകുന്നു. മലയാളത്തിൽ ലളിതമായിട്ട് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. മിഥ്യാധാരണയും മിഥ്യാ അനുഭവവും എന്നാണ് മലയാളത്തിൽ ഇതിനെ പറയുന്നത്. മിഥ്യാധാരണ, എനിക്കില്ലാത്ത കഴിവ് ഉണ്ടെന്ന് ഇദ്ദേഹം തെറ്റിദ്ധരിക്കുക, എനിക്ക് ഇല്ലാത്ത അമാനുഷികമായ കഴിവുകളുണ്ട്, എനിക്ക് ചെയ്യാൻ പല കാര്യങ്ങൾ സാധിക്കും എന്നുള്ള അമാനുഷികമായ ചിന്തകൾ ലോജിക്കായിട്ട്, അതായത് യുക്തിക്ക് നിരക്കാത്ത ചിന്തകളിലേക്ക് ഒരാൾ പോകും. അതാണ് ഡെല്യൂഷൻ. അതുപോലെ തന്നെ മിഥ്യാധാരണയും മിഥ്യാവിശ്വാസവും മിഥ്യാ അനുഭവങ്ങളും, എനിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ എനിക്ക് അനുഭവവേദ്യമാകുന്നു എന്ന ചിന്തയിലേക്ക് കടന്നു പോകും. ഇതൊരു മനഃശാസ്ത്രപരമായ പ്രശ്നമാണ്. എന്നാൽ ഒരു വ്യക്തി MDMA പോലുള്ള ലഹരികൾക്ക് അടിമകളാകുമ്പോൾ അദ്ദേഹവും ഇതേപോലെ ചിന്തിക്കാനായിട്ട് തുടങ്ങും. ഇല്ലാത്ത കഴിവുകളുണ്ടെന്നും ഇല്ലാത്ത സ്ഥാനങ്ങളുണ്ടെന്നും ഇല്ലാത്ത അമാനുഷികമായ ശക്തിയുണ്ടെന്നും ഒരാൾ ചിന്തിക്കാനായിട്ട് ഇടയാകും. എന്നാൽ ഈ ലഹരിക്കടിമയാകുന്ന വ്യക്തി എന്തുകൊണ്ടാണ് മുൻപേ നമ്മൾ അക്കമിട്ട് പറഞ്ഞ കൊലപാതകങ്ങളിലേക്ക് പോകുന്നത്? അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. അതായത് പണ്ടത്തെ കാലത്ത് ആളുകൾ മദ്യപിച്ചിട്ട് സാധാരണ ചെയ്യുന്നത് ഒന്നുകിൽ കിടന്നുറങ്ങും, അല്ലെങ്കിൽ സ്ത്രീകളെ ആക്രമിക്കും. അതായിരുന്നു പൊതുവേ ഉള്ള ഒരു ചിന്താഗതി. അപ്പോൾ മദ്യപിക്കുന്നവർ തങ്ങൾ മദ്യപിച്ചുവെന്ന് പുറമേ കാണിക്കാനും അവരുടെ ധൈര്യവും ആണത്വവും പുറത്ത് കാണിക്കാൻ അന്നത്തെ കാലത്തുള്ള മാനുഷിക ചിന്താഗതി അതായിരുന്നു. അത് അങ്ങനെ വരാനായിട്ടുള്ള കാരണം അന്നത്തെ സാമൂഹിക മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും സിനിമകളിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യം മാത്രമല്ല ഇന്നത്തെ കൊലപാതകങ്ങൾക്ക് കാരണം. അതിൻ്റെ പിന്നിൽ മയക്കുമരുന്നിനേക്കാൾ ശക്തിയുള്ള ഗൗരവമേറിയ മറ്റൊരു പ്രശ്നം കൂടെയുണ്ട്. അതായത് ഇന്ന് സിനിമകളിൽ കാണുന്ന ക്രൈമുകൾ, അതുപോലെ തന്നെ വയലൻസിൻ്റെ സീനുകൾ എല്ലാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും യുക്തിക്ക് നിരക്കാത്തതും ലോജിക്കുമായി യാതൊരു ബന്ധമില്ലാത്തതുമായ ക്രിമിനൽ സീനുകളാണ് പലതും നാം സിനിമകളിലൂടെ കാണുന്നത്. സിനിമാ പ്രേമികൾ ദയവായിട്ട് ഈ വിഷയത്തിൽ എന്നോട് യോജിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. അതായത് ഒരാൾ തോക്ക് വെച്ച് ഷൂട്ട് ചെയ്യുകയാണ്. ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ശബ്ദം മാത്രമേ സാധാരണ ഗതിയിൽ യുക്തിസഹമായി ചിന്തിച്ചാൽ കാണുകയുള്ളൂ. പിന്നെ ഈ ബുള്ളറ്റ് എവിടെയാണോ പോയി തറക്കേണ്ടത് അവിടെ തറച്ചതിന് ശേഷമുള്ള ഒരാളുടെ ശരീരത്തിൽ തറച്ചു, അപ്പോൾ അദ്ദേഹം മരിച്ചു വീഴുന്നു. അത് മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ വീഡിയോ എഫക്റ്റിൻ്റെയും അതുപോലെ തന്നെ ചിത്രീകരണത്തിൻ്റെ പ്രത്യേകമായ ചില സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരാൾ ഗൺ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഗണ്ണിൽ നിന്നും പുറപ്പെടുന്ന ആ ബുള്ളറ്റ് സഞ്ചരിക്കുന്ന അതേ സ്ലോ മോഷത്തിൽ അത് കൃത്യമായി കാണുകയും അത് തലച്ചോറിലേക്ക് കയറുമ്പോൾ തലച്ചോറിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് അതിൻ്റെ വീഡിയോ എഫക്റ്റ് വഴി ഒരാൾ കാണാനായിട്ടിടയാകും. അപ്പോൾ സാധാരണ കാണാത്ത ഒരു കാര്യം ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉന്മാദമുണ്ട്. ഇത് തന്നെയാണ് എല്ലാ സിനിമകളിലും ഇന്ന് നാം കാണുന്ന മിക്കവാറും സിനിമകളിലെ ക്രൈം സീനുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരാളെ കൊല്ലാനും ഒരാളെ തകർക്കാനും അല്ലെങ്കിൽ ഒരാളെ ഇല്ലാതാക്കാനും ഉപയോഗിക്കുന്ന ഓരോ രീതികളും വിശദമായി അതിൻ്റെ ലോജിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ തലവെട്ടി കയ്യിൽ കൊണ്ടുപോകുന്ന ഒരാൾ, അല്ലെങ്കിൽ മറ്റൊരാളെ ഒരു വില്ലനെ ഒരു നടൻ ഇടിക്കുന്നു, അല്ലെങ്കിൽ അതിലെ ഹീറോ ഇടിക്കുമ്പോൾ ഈ വില്ലൻ പറന്ന് ദൂരെ മറ്റൊരിടത്ത് പോയി വീഴുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ശരീരം കുത്തി തറച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം ഇടിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് ആ ശരീരത്തിലെ അവയവങ്ങളെ വലിച്ചു പുറത്തെടുക്കുന്നു. ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ള സീനുകളാണ്. അപ്പോൾ സംഭവിക്കുന്നത് ഇത് നോർമലായിട്ടിരുന്ന് കാണുന്ന ഒരു വ്യക്തി ഇത് വെറും അഭിനയം മാത്രമാണ് എന്നേ ചിന്തിക്കുകയുള്ളൂ. അത് വളരെ ശരി തന്നെയാണ്. എന്നാൽ ഈ നോർമലായിട്ടിരിക്കുന്ന ആള് ഇത് അഭിനയം മാത്രമാണെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ചില മണിക്കൂറുകൾ കഴിഞ്ഞ് ഇദ്ദേഹം ലഹരിക്കടിമയാകുമ്പോൾ നേരത്തെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത
അമാനുഷികമായ ലോജിക്കല്ലാത്ത ഈ ചിത്രീകരണത്തിൻ്റെ കാര്യങ്ങൾ തിരിച്ചിദ്ദേഹം വീണ്ടും തൻ്റെ ബ്രെയിനിൽ നിന്നും പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടയാകും. അങ്ങനെയാണ് ഈ ലഹരിക്ക് അടിമകളാകുന്നവർ മറ്റൊരാളെ എങ്ങനെ കൊല്ലണം, എങ്ങനെ ഉപദ്രവിക്കണം, അതിലൂടെ ഉന്മാദം കണ്ടെത്താൻ ഇടയാകുന്നത്. അപ്പോൾ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ സിനിമകൾ എല്ലാം ദോഷമുള്ളത് എന്നല്ല, പക്ഷേ സിനിമകളിൽ കാണിക്കുന്ന പല ക്രൈം സീനുകളും നമ്മുടെ യൗവനക്കാരെ ആവേശത്തിലോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളത് തർക്കമറ്റ വിഷയമാണ്. സിനിമകളിലെ ക്രൈം സീനുകൾ മാത്രമല്ല, പല സിനിമകളിലും മോശം വാക്കുകൾ മാത്രം കുത്തി നിറച്ചിരിക്കുന്ന പല സിനിമകളും ഈ നാളുകളിൽ ഇറങ്ങിയിട്ടുണ്ട്. വൃത്തികെട്ട വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്ന ചില സിനിമകൾ, അത് നമ്മൾ കേരളം കൈനീട്ടി സ്വീകരിച്ചതാണ്. എന്തിനേറെ പറയുന്നു, ഇല്ലൂമിനാറ്റി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പാട്ട് തന്നെയുണ്ട്. ആ പാട്ടിൻ്റെ ഓരോ വരികളിലും അടങ്ങിയിരിക്കുന്ന അർത്ഥവും ആശയവും ചോരയുടെ ഗന്ധമുള്ളതാണ് എന്നുള്ളത് 2 വട്ടം പറയേണ്ടി വരും. അപ്പോൾ ഏതെങ്കിലും ഒരു സീന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ കുട്ടികൾ ഇത് പഠിക്കുമോ? തീർച്ചയായിട്ടും. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ വളരെ വിശദമായി നാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത്, ചിലർക്ക് സംസാരിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് ഓഡിറ്ററി ലേണിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതിലൂടെ ചിലർ പഠിക്കുന്നു. മറ്റു ചിലരാകട്ടെ പ്രവൃത്തിയിലൂടെ, അതായത് അവർ ആക്ഷനിലൂടെ, ഗെയിമിലൂടെയും അതുപോലെ തന്നെ വോളണ്ടിയറായിട്ട് ചെയ്യുന്ന റോൾ പ്ലേയിലൂടെയും ചിലർ പഠിക്കാനായിട്ടിടയാവും. മറ്റു ചിലർ എഴുതി പഠിക്കുന്നു. വേറെ ചിലരാകട്ടെ കാഴ്ചയിലൂടെ പഠിക്കുന്നു. കാഴ്ചയിലൂടെ പഠനം നടക്കുക തന്നെ ചെയ്യും. വീഡിയോയിലൂടെയും ആനിമേഷനിലൂടെയും കുട്ടികൾ പല കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. ഇത് സൈക്കോളജിയുടെ ഒരു തത്വം തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ ഈ രീതിയിൽ കുട്ടികൾ കാണുന്ന കാര്യങ്ങൾ, അത് വിദ്യാർത്ഥികളാകട്ടെ ആര് തന്നെ ആകട്ടെ, കാണുന്ന കാര്യങ്ങൾ അവർ പ്രാവർത്തികമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന ഒരു പാട്ട്, ഈ പാട്ട് ആവേശത്തോടെ കേരള ജനത ഏറ്റെടുത്തതാണ്. അതിലെ ഓരോ വരികളും ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു പാട്ടിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചു പോകും. നമ്മൾ ഓരോരുത്തരും ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കൈയുടെ വിരലുകൾ ആടാനായിട്ട് തുടങ്ങും, ചിലപ്പോൾ തല ആടാനായിട്ട് തുടങ്ങും. ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഡോപ്പമിൻ, സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ ഇത്തരത്തിലുള്ള രാസവസ്തുക്കളുടെ പ്രതിപ്രവർത്തനം മൂലം ആണ് നമ്മൾ ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ ചില പാട്ടുകൾക്ക് നമ്മുടെ ശരീരത്തെ തന്നെ ആക്റ്റീവ് ആക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പാട്ടിൻ്റെ പിന്നിൽ അർത്ഥവും കൂടെ ആകുമ്പോൾ കുട്ടികൾ ആവേശം കൊള്ളുകയാണ്. പേന കത്തികൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ, തോക്കിൻ കാഞ്ചിവലി പണ്ടേ ശീലം മാറാത്ത വ്യാധി, നെഞ്ചിൽ പൂട്ടിവച്ചൊരു അങ്കക്കലി തീരാത്ത വാശി, അണ്ണൻ മീശ വച്ചൊരു ആട്ടപ്പുലി. അതായത് നെഞ്ചിൽ തീരാത്ത വാശിയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പുറത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പാട്ടിൻ്റെ ഒരു സാഹചര്യമാണ്. ഇനി ഇടയാൻ വന്നോർക്കും നിന്നോർക്കും പണ്ടേ ആപത്ത്, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. ജ്യൂസും നമ്മൾ കുടിച്ചിട്ടുണ്ട്, സോഡാ സർബത്തും കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്നു, സർബത്ത് അടിക്കുന്നു. അപ്പോൾ കേൾക്കുമ്പോൾ അല്പം ഒരു കോമഡി പോലെ നമുക്ക് തോന്നിയാലും ഇതൊക്കെ ആരെങ്കിലും ഇന്ന് ശ്രദ്ധിക്കുമോ? പക്ഷെ ശ്രദ്ധിക്കും. കുട്ടികൾക്ക് അത് ശ്രദ്ധിക്കുക തന്നെ ചെയ്യും. എൻ്റെ ശ്രോതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, A4 എന്ന് കേൾക്കുമ്പോൾ ഉടൻ തന്നെ നമ്മുടെ ചെവിയിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? A4 ആപ്പിൾ എന്നാണ്. ABCD എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അത് താളത്തിൽ തന്നെ പറയും, ABCDEFG. അതിൻ്റെ കാരണം അത് ചെറുപ്രായത്തിൽ ഏത് ട്യൂണിലാണോ നമ്മൾ പഠിച്ചത് അത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, നമ്മുടെ ബ്രെയിനിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഉറച്ചിരിക്കുകയും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നോർമൽ അല്ലാതെ ബിഹേവ് ചെയ്യുന്ന ഒരു സാഹചര്യം, അതായത് നോർമലായിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചു പോകാം. കാരണം നിങ്ങൾ നോർമലായിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഒരാൾ മദ്യമോ മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങളോ ഉപയോഗിക്കുമ്പോൾ അയാൾ ഡെല്യൂഷൻ പോലുള്ള, അല്ലെങ്കിൽ തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ഈ ലഹരി പദാർത്ഥങ്ങളാണ്. അപ്പോൾ ഈ പണ്ട് കേട്ടതാകട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൈകൃത സ്വഭാവങ്ങളിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്നതാകട്ടെ, ഇതെല്ലാം ആക്റ്റീവാകുകയും അത് പ്രവൃത്തിപഥത്തിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൗമാര യൗവനക്കാർ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ലഹരി പദാർത്ഥങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ ഗൗരവമേറിയ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ചും സിനിമകളിൽ കാണുന്ന, സീരിയലുകളിൽ കാണുന്ന, കൊറിയൻ സംഗീതത്തെ മാത്രം കുറ്റം പറഞ്ഞ് ഒഴിയുന്ന മാധ്യമങ്ങളോട് ഞാൻ പറയട്ടെ, ഇത്
നമ്മുടെ സമൂഹത്തിൽ മുഴുവൻ ഈ നാളുകളിൽ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ക്രൈം സീനുകൾ ഉള്ള സിനിമകൾ മാതാപിതാക്കന്മാരും മക്കളും ഒരുപോലെ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ്. മൂന്നാമത്തെ ഒരു കാര്യം കൂടെയുണ്ട്. ഒന്ന്, ലഹരിയുടെ സാന്നിധ്യം. രണ്ട്, ക്രൈം സിനിമകൾ പോലുള്ള ക്രിമിനൽ ടെൻഡൻസി ഉളവാക്കുന്ന സിനിമകളും അതുപോലുള്ള മൂവി ക്ലിപ്പുകളുടെയും സാന്നിധ്യം. മൂന്നാമത്തെ ഒരു കാര്യം കൂടെയുണ്ട്. അതും ലേണിംഗ് സൈക്കോളജിയിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു നല്ല പ്രവൃത്തി ഒരാൾ ചെയ്യുമ്പോൾ അയാൾക്ക് പ്രതിഫലം നൽകുകയും നല്ലതല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് പിൻവലിക്കുകയും ചെയ്യുക എന്നുള്ള ഡിസിപ്ലിനിലോട്ട് പോകണം. അത് മാതാപിതാക്കന്മാർക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് എല്ലാ മാതാപിതാക്കന്മാരും നിങ്ങൾ കുട്ടികളെ അടികൊടുത്ത് ശിക്ഷിക്കണം എന്നുള്ള ആശയത്തിലല്ല ഞാൻ ഈ പറയുന്നത്. ഡിസിപ്ലിൻ എന്നുള്ള കാര്യത്തിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചിലത് അവരുടെ സ്വഭാവത്തിൽ വൈകൃതങ്ങളുണ്ടായാൽ, അതായത് അവരുടെ ഏതെങ്കിലും ഒരു സ്വഭാവം അവരെയോ മറ്റുള്ളവരെയോ ബാധിക്കുന്ന നിലയിലായാൽ അവർക്ക് ഇഷ്ടമുള്ള ചിലത് പിൻവലിക്കുക. അതിലൂടെ കുട്ടിയെ പഠിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും ഇന്നത്തെ കുട്ടികൾക്ക് ശരിയായ രീതിയിൽ അവരെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്ന് പറയുന്ന ഒരു തത്വത്തിൽ നിന്നും സാധാരണ ഇന്നത്തെ കുട്ടികൾ മാതാപിതാക്കന്മാരെ കളിയാക്കി പറയുന്ന തന്ത വൈബിലോട്ടും തള്ള വൈബിലോട്ടും അച്ഛൻ്റെ വൈബിലോട്ടും അമ്മയുടെ വൈബിലോട്ടും മാതാപിതാക്കന്മാർ പോയേ മതിയാകുകയുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ശരിയായ രീതിയിലുള്ള ഡിസിപ്ലിൻ പഠിപ്പിച്ചേ മതിയാകുകയുള്ളൂ. മാതാപിതാക്കന്മാർ ശരിയായുള്ള ഡിസിപ്ലിൻ കൊടുക്കുകയും എന്ത് കാണണം എന്ത് കാണരുത്, എന്ത് ഉപയോഗിക്കണം എന്ത് ഉപയോഗിക്കരുത്, എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികൾ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കട്ടെ. വർഷങ്ങൾക്ക് മുൻപ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചപ്പോൾ പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്ക തൻ്റെ വിമാനങ്ങൾ ഇന്ത്യയിലൂടെ പറത്താനായിട്ട് ശ്രമിച്ചു. ആ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും ഇന്ദിരാഗാന്ധിക്ക് ഒരു സന്ദേശം വന്നു. ഫോൺ കോൾ ഇതായിരുന്നു: നിങ്ങൾ ഒരിക്കലും പാകിസ്ഥാനെ ആക്രമിക്കരുത്, പാകിസ്ഥാനെ ഒരു കാരണവശാലും നിങ്ങൾ ഉപദ്രവിക്കരുത്. അങ്ങനെ ഉപദ്രവിക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് അമേരിക്കയുടെ വിമാനങ്ങൾ ഇന്ത്യയിലൂടെ പറന്നു പോകും എന്നുള്ളതായിരുന്നു. അവിടെ ഇന്ത്യയുടെ ഏറ്റവും അയൺ ലേഡിയായിരുന്ന ഇന്ദിരാഗാന്ധി പറഞ്ഞ ഒരു വാക്കുണ്ട്: നിങ്ങൾക്ക് പാകിസ്ഥാനെ സഹായിക്കാം, സഹായിക്കാതിരിക്കാം, പക്ഷേ ഇന്ത്യയുടെ മുകളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു വിമാനം അമേരിക്കയുടേതാണെങ്കിൽ അത് തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ഇന്ത്യക്കാർ തീരുമാനിക്കും എന്നുള്ളതാണ്. എല്ലാ വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങളുടെ കലാലയത്തിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു സുഹൃത്ത് ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവന്നാൽ ആ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തി ഇനി തിരിച്ച് കലാലയത്തിൽ ഇത് കൊണ്ടുവരണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളുടേതാണ് സ്കൂള്. ഞങ്ങൾ സ്കൂളിൻ്റെ ചുറ്റും നിന്ന് സ്കൂളിനെ ഗാർഡ് ചെയ്യും. ഞങ്ങളുടെ യൗവനക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത തലമുറയെ, ഞങ്ങളുടെ അനുജന്മാരെ അനുജത്തിമാരെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് എന്നുള്ള വിശ്വാസത്തിൽ, എന്നുള്ള ആ ധൈര്യത്തിൽ മക്കളെ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് നമ്മുടെ കലാലയങ്ങളിലേക്ക് വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഈ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യങ്ങൾ പരമാവധി കണ്ട അധ്യാപകരെ അറിയിക്കുക, അല്ലെങ്കിൽ ചുമതലപ്പെട്ടവരെ അറിയിക്കുക. അവരതിനുള്ള നടപടി എടുക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. അങ്ങനെ വിദ്യാർത്ഥികളും മാതാപിതാക്കന്മാരും നമ്മുടെ സാമൂഹികമായ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും മാധ്യമങ്ങൾ, സിനിമകളും ഈ വിഷയത്തിൽ ശരിയായിട്ടുള്ള ടീം വർക്ക് ചെയ്താൽ ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും അധ്യാപകരെ ദയവായിട്ട് ഇതിൽ കുറ്റം പറയരുത്. അവർ നേരിടുന്ന സമ്മർദ്ദം ഒരു സാധാരണ കാര്യമല്ല. ഏതെങ്കിലും ഒരു കുട്ടിയെ ഒന്ന് നോക്കിയാൽ, ഏതെങ്കിലും ഒരു കുട്ടിയെ അവൻ്റെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി ഒരു വാക്ക് പറഞ്ഞാൽ ആ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ നേരിടുന്നത് ഭയങ്കര സമ്മർദ്ദമാണ്. ഒന്നുകിൽ മാതാപിതാക്കന്മാരുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ നിയമങ്ങളുമായിട്ട് അധ്യാപകരെ കടന്നാക്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്നാൽ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. അധ്യാപകർക്ക് നമ്മുടെ കുട്ടികളെ ശരിയായ മാർഗനിർദ്ദേശം കൊടുക്കുന്നതിനുള്ള അവകാശവും അധികാരവും മാതാപിതാക്കന്മാർ പോലും കൊടുത്തിരുന്നു. എന്നാൽ ഇന്ന് സാഹചര്യം മാറി. അപ്പോൾ 3 കാരണങ്ങൾ ആണ് ഇന്ന് നാം കേട്ടത്. നമ്മുടെ കുട്ടികൾ ശരിയായ രീതിയിൽ ശരിയായ ദിശയിൽ വളരണമെങ്കിൽ അതിന് വേണ്ടത് ലഹരി പദാർത്ഥങ്ങളും അവയുടെ ഉപയോഗങ്ങളും മാറ്റുക, മാതാപിതാക്കന്മാർ ഒരുമിച്ച് മക്കളോടൊത്ത് നിൽക്കുക, മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും സിനിമ പോലുള്ള കാര്യങ്ങളിലും എല്ലാവിധമായ നിയന്ത്രണങ്ങളും വച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ, വരും തലമുറകളെ, ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ ശരിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്കും ചില അഭിപ്രായങ്ങൾ പറയാനായിട്ട് കാണും. നിങ്ങളുടെ ഏത് അഭിപ്രായത്തെയും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന
കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി മറ്റൊരു വീഡിയോ വീണ്ടും നാം കാണും വരെയും ഗോഡ് ബി വിത്ത് യു ടിൽ വി മീറ്റ് അഗെയിൻ.